ലഷ്കർ ഇ തയ്യബയുടെ മുൻനിര ഭീകരൻ അബു ഖത്തർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. രജൌരി ആക്രമണ കേസിൽ NIA തിരയുന്ന ഭീകരനാണ് അബു ഖത്തർ. പാകിസ്ഥാനിൽ വച്ച് കൊലപ്പെടുത്തിയത് അജ്ഞാത സംഘമാണെന്നും വിവരങ്ങളുണ്ട്. മനീഷ് ഐഷ മാത്യു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മനീഷ്, കശ്മീരിൽ നടക്കുന്ന പല ആക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളാണ് എന്ന വിവരമുണ്ടായിരുന്നു. ഹാഫിസ് സയ്യിദിന്റെ സഹായിയായും അറിയപ്പെട്ടയാളാണ്. എപ്പോഴായിരുന്നു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? സേതു, പാകിസ്ഥാനിലെ പഞ്ചാബിൽ ശനിയാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രിയാണ് ഈ ഭീകരനെ കൊലപ്പെടുത്തുന്നത്. അജ്ഞാത സംഘം എത്തി വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സേതു പറഞ്ഞതുപോലെ തന്നെ ഈ കാശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ ഈ അബു ആയിരുന്നു എന്നുള്ളതാണ് NIAയുടെ കണ്ടെത്തൽ. മാത്രമല്ല, രജൌരി ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 7 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ NIA തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഈ അബുവിൻ്റെ പേരുണ്ട്. മാത്രമല്ല, ഈ ഹഫീസിൻ്റെ അടുത്ത സഹായിയാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ പോലും ഈ അബു അതായത് അബുവിൻ്റെ ഈ പ്ലാനിങ് ഭാഗത്തെല്ലാം അബുവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഹഫീസ് എന്ന് പറയുന്ന ആളുടെ പ്രധാന സഹായി ആയതുകൊണ്ട് തന്നെ ഈ ഒരു മുംബൈ ഭീകരാക്രമണത്തിലും ഇയാളെ സംശയിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ പ്രതിപട്ടികയിലുള്ള ആളാണ്. മാത്രമല്ല, അതുപോലെ തന്നെ ഈ ശിവ്ഖോരി എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എത്തിയ തീർത്ഥാടകരെ കൊലപ്പെടുത്തിയ അവർക്ക് നേരിട്ടുണ്ടായ ഒരു ഭീകരാക്രമണമുണ്ട്. അത് ഈ 2024 ജൂൺ 9 സംഭവിച്ചതാണ്. അന്ന് ഏകദേശം 41 പേർക്ക് പരിക്കേൽക്കുകയും 9ഓളം പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിലും ഈ അബു ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ജമ്മു കാശ്മീരിൽ നടന്ന പല ആക്രമണങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ ഈ അബുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡ് അബുവാണ്. എന്തായാലും ഈ അബുവിനോടൊപ്പം തന്നെ ഹഫീസും കൊല്ലപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഈ പലതരത്തിലായി NIA തേടുന്ന ഭീകരർ വിവിധ സ്ഥലങ്ങളിലായി കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് ഒരു ആശ്ചര്യമായി നിൽക്കുന്നത്. ശരി മനീഷ്, ലഷ്കർ ഇ തയ്യബയുടെ മുൻനിര ഭീകരൻ അബു ഖത്തർ കൊല്ലപ്പെട്ടു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ മാത്യു.